ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഒരുപാട് സ്കീമുകൾ നിലവിലുണ്ട്. PMAY ആയാലും ലൈഫ് മിഷൻ ആയാലും ഇതെല്ലാം ഇതിനു വേണ്ടിയുള്ള സ്കീമുകളാണ്. നമ്മളിൽ പലരും ഇതിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരാണ്. അതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഫ്രീ ആയി ഭവനം നിർമ്മിച്ചു നൽകുന്ന മറ്റൊരു പദ്ധതിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് നടത്തുന്നതും ഇതിന്റെ നടത്തിപ്പ് അവകാശവും ലോട്ടറി വകുപ്പിനാണ്. കഴിഞ്ഞ വിഷുവംബറിൽ ലഭിച്ച ലാഭത്തുക ഉപയോഗിച്ചുകൊണ്ട് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകാനാണ് സർക്കാർ ഉദ്ദേശം. ഇതിന് മേൽനോട്ടം നൽകിയിരിക്കുന്നത് ലോട്ടറി വകുപ്പിന് തന്നെയാണ്. പോയ വർഷം വിറ്റഴിച്ച വിഷു ബമ്പറിൽ ലാഭവിഹിതമായി ലഭിച്ചിരിക്കുന്നത് 9,50,00,000 രൂപയാണ്. ഈ തുക എടുത്തുകൊണ്ടാണ് ഭവനം നിർമ്മിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നത്. ഇതിലൂടെ 160 പേർക്ക് വീട് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഭവനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരായിരിക്കണം, അതിന്റെ വിൽപ്പനക്കാരായിരിക്കണം, അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായിരിക്കണം. ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ വ്യക്തികൾ മിനിമം 5 വർഷമെങ്കിലും അംഗമായിരിക്കണം എന്നിവർക്കാണ് മുൻഗണന നൽകുന്നത്. കൂടാതെ ഇത് ലഭിക്കുന്നതിന് ചില മുൻഗണനാ മാനദണ്ഡങ്ങൾ കൂടി പറയുന്നുണ്ട്. ക്ഷേമനിധി അംഗത്വം സീനിയോറിറ്റി, അതായത് 40% മുകളിൽ വൈകല്യമുള്ളവർ, അവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുതര രോഗം ബാധിച്ചവർ, അല്ലെങ്കിൽ ഗുരുതര രോഗം ബാധിച്ചവർ വീട്ടിലുള്ളവർ, അതല്ല എന്നുണ്ടെങ്കിൽ സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള വീടുകൾ, ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളവർ എന്നിവർക്കെല്ലാം മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലോട്ടറി വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന ഈ ഭവന പദ്ധതി ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. താങ്ക്